ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണേലും നല്ലൊരു ടേസ്റ്റി ആയിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, സവാളയാണ്. എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും സ്ലോ ഫ്ലെയിമിലായിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടി വരുന്ന നമ്മുടെ കൈകളിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതാണ് കുക്കിങ്ങിൻ്റെ ടൈം വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്താ നോക്കി, ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സ്, ഉപ്പ് പാകത്തിന്, കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് അനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരല്പം പഞ്ചസാരയ്ക്ക് പകരമാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത്. ഇതാ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പിസ്സ സോസായിട്ട് തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നല്ല നല്ല റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. താങ്ക്